ആദ്യം പഠിക്കാനുള്ളതാ പാസീവ് വോയിസിൽ തുടങ്ങാം. പാസീവ് വോയിസിൽ തുടങ്ങുമ്പോൾ ആദ്യം അറിയേണ്ടത് 3 വാക്ക് SVO, സബ്ജക്റ്റ്, വെർബ്, ഓബ്ജക്റ്റ്. ഇത് 3ആണ് ശ്രദ്ധിക്കേണ്ടത്. സബ്ജക്റ്റ് എന്ന് പറയുന്നത് പ്രവൃത്തി ചെയ്യുന്നയാൾ, വെർബ് പ്രവൃത്തി, അതിൻ്റെ റിസൾട്ട്. ഇത് പാസീവ് ആക്കാൻ പറയുമ്പോൾ നമ്മൾ നേരെ തിരിച്ചു കൊണ്ടുവരികയാണ്. ഓബ്ജക്റ്റിനെ സബ്ജക്റ്റിൻ്റെ സ്ഥാനത്തും സബ്ജക്റ്റിനെ ഓബ്ജക്റ്റിൻ്റെ സ്ഥാനത്തും കൊണ്ടുവരും. ഇങ്ങനെയാണെങ്കിൽ ഈ ആദ്യം നമുക്ക് 3 സ്റ്റെപ്പാക്കി പഠിക്കാം. ഒന്നാമത്തെ സ്റ്റെപ്പ് ചേഞ്ച് ഓഫ് സബ്ജക്റ്റ് ആൻഡ് ഓബ്ജക്റ്റ്. ചേഞ്ച് ഓഫ് സബ്ജക്റ്റ് ആൻഡ് ഓബ്ജക്റ്റ്. ഇത് ഇംഗ്ലീഷ് ഭാഷയിൽ 6 വാക്ക് പഠിച്ചാൽ കഴിയുന്ന കാര്യമുള്ളൂ. 6 വാക്കെന്ന് പറയുന്നത് നമ്മൾ ആക്റ്റീവ് വോയിസിൽ പാസീവ് വോയിസ്. ആക്റ്റീവ് വോയിസിൽ ഐ എന്ന് വരികയാണെങ്കിൽ പാസീവിൽ മീ എന്നാണ്. ആക്റ്റീവിൽ വി എന്ന് നമ്മൾ എന്ന് വരികയാണെങ്കിൽ പാസീവിൽ അസ് എന്നാണ്. ഇനി ആക്റ്റീവിൽ ഹി എന്നുണ്ടെങ്കിൽ പാസീവിൽ വരുമ്പോൾ ഹിം എന്നാണ്. ഷീ എന്നുണ്ടെങ്കിൽ ഹർ എന്നാണ്. ദേ എന്നാൽ ദം. ഹു, ഹും. ഈ 6 വാക്കേ ഉള്ളൂ നമുക്ക് സബ്ജക്റ്റ് ഒബ്ജക്റ്റിൻ്റെ സ്ഥാനത്ത് വയ്ക്കാൻ. വേറെ ഏത് വാക്ക് വന്നാലും അത് അതുപോലെ എടുത്തുകൊണ്ടുപോയി പാസീവിൻ്റെ ഭാഗത്ത് ബൈ ചേർത്ത് പറഞ്ഞാൽ പാസീവ് ആയിക്കോളും. അപ്പോൾ ആക്റ്റീവ് വോയിസ് പാസീവ് വോയിസിലെ ഒന്നാമത്തെ സ്റ്റെപ്പ് ഇത്രയുമാണ്. ചേഞ്ച് ഓഫ് സബ്ജക്റ്റ് ആൻഡ് ഓബ്ജക്റ്റ്. അതിൽ ആക്റ്റീവ് വോയിസ് പാസീവ് വോയിസ്. ആക്റ്റീവ് വോയിസിൽ ഐ വരികയാണെങ്കിൽ വി എന്നാണ്. ആക്റ്റീവ് വോയിസിൽ വി വരികയാണെങ്കിൽ അസ് എന്നായി. ഹി വരികയാണെങ്കിൽ ഹിം എന്നായി. ഷീ ആണെങ്കിൽ ഹെർ എന്നായി. ദേ ആണെങ്കിൽ ദം. ഹു ആണെങ്കിൽ ഹും. നേരെ തിരിച്ചും പാസീവിൽ വരുന്നത് ആക്റ്റീവിലേക്ക് വന്നാലും ഇതേ മാറ്റം. ഇങ്ങനെ 3 സ്റ്റെപ്പ് പഠിച്ചു കഴിഞ്ഞാൽ നമ്മളുടെ പാസീവ് വോയിസ് വളരെ എളുപ്പമായി. അപ്പോൾ ആദ്യം തന്നെ ഇത്രയും മാത്രം ഒന്ന് മനസ്സിലാക്കിയെടുക്കുക. ചേഞ്ച് ഓഫ് സബ്ജക്റ്റ് ആൻഡ് ഓബ്ജക്റ്റ്. ആക്റ്റീവ് വോയിസ്, പാസീവ് വോയിസ്. പാസീവ് ബൈ ചേർത്താണ് പറയുക. അതിൽ 6 വാക്ക് മാത്രം പഠിച്ചാൽ മതി. ഐ വന്ന മീ എന്നായി, വി വന്ന അസ് എന്നായി, ഹി വന്ന ഹിം എന്നായി, ഷീ വന്ന ഹർ എന്നായി, ദേ വന്ന ദം എന്നായി, ഹു വന്ന ഹും എന്നായി. ഇനി നമുക്ക് രണ്ടാമത്തെ സ്റ്റെപ്പിലേക്ക് പോകാം. രണ്ടാമത്തെ സ്റ്റെപ്പ് വരുമ്പോൾ നമ്മുടെ സബ്ജക്റ്റ് ഓബ്ജക്റ്റിൻ്റെ കാര്യം കഴിഞ്ഞു. വെർബിൻ്റെ മാത്രമേ ഉള്ളൂ. വെർബിൻ്റെ കാര്യം മാത്രമേ വരുന്നുള്ളൂ. വെർബിൻ്റെ എന്ന് പറയുമ്പോൾ അവിടെ അറിയേണ്ടത് ചേഞ്ച് ഓഫ് വെർബ്. വെർബിന് എന്ത് ഫോം, വെർബിന് ഏത് ഫോമാണ് ഉപയോഗിക്കുക. വെർബിന് നമ്മൾ V1, V2, V3 ഇങ്ങനെ കൊടുക്കാറുണ്ട്. പ്രസൻറ്റ്, പാസ്റ്റ്, പാസ്റ്റ് പാർട്ടിസിപ്പിൾ. ഈ V3 എന്ന സാധനം ഇംഗ്ലീഷ് ഭാഷയിൽ 2 ഉപയോഗിക്കും. V3 എന്നത് ഇംഗ്ലീഷ് ഭാഷയിൽ ഒരു പരീക്ഷയ്ക്ക് വേണ്ടി മാത്രമല്ല, V3 2 ഒന്ന് ഹാസോ, ഹാവോ, ഹാഡോ വന്നാൽ അതിനുശേഷം വരുന്ന വെർബ് V3 ആയിരിക്കും. നേരെ മറിച്ച് പാസീവ് വോയിസിൽ
V3 കമ്പൽസറി ആണ്. പാസീവ് വോയിസിൽ വെർബിന് വേറൊരു ഫോമില്ല. V3 എന്നത് കമ്പൽസറി ഫോമാണ്. ഇതാണ് അറിയേണ്ടത്. അപ്പോൾ വെർബിനൊരു മാറ്റമേ ഉള്ളൂ. ഏത് വെർബ് വന്നാലും റൈറ്റ്, റോട്ട്, റിട്ടൺ, ഏത് വെർബ് വന്നാലും ഈ മൂന്നാമത്തെ ഫോം മാത്രമേ പാസീവിൽ ഉണ്ടാകത്തുള്ളൂ. അപ്പം ഈ മൂന്നാമത്തെ ഫോം ഇംഗ്ലീഷിൽ രണ്ടിടത്തെ ഉപയോഗിച്ചു. അതുകൊണ്ട് V3 ആണ്. ഇത് പരീക്ഷയ്ക്ക് വരുമ്പോൾ സൂക്ഷിച്ചോളണം. ദ ലെറ്റർ ഈസ് ഡാഷ് ബൈ മീ എന്നാണ്. റൈറ്റ്, റൈറ്റ്സ്, റോട്ട്, റിട്ടൺ എന്ന് കൊടുക്കുകയാണെങ്കിൽ റിട്ടൺ എന്നേ എടുക്കാൻ പറ്റൂ. അപ്പോൾ ഇതാണ് രണ്ടാമത്തെ സ്റ്റെപ്പ്. രണ്ടാമത്തെ സ്റ്റെപ്പ് നമ്മൾ സബ്ജക്റ്റ് ഓബ്ജക്റ്റിൻ്റെ മാറ്റം ആദ്യം പറഞ്ഞു. രണ്ടാമത്തത് ചേഞ്ച് ഓഫ് വെർബ്. വെർബിന് ഇംഗ്ലീഷിൽ V1, V2, V3 എന്നുണ്ട്. V3 ഹാസോ, ഹാവോ, ഹാവിന് ശേഷം. പിന്നെ പാസീവ് വോയിസിലും V3 കമ്പൽസറി ആണ്, വേറെ ഒന്നും പറ്റില്ല. ചില കേസിൽ നിങ്ങൾ കാണും V2ഉം V3ഉം ഒന്നായിരിക്കും. ഉദാഹരണത്തിന് ഇപ്പോൾ ചേഞ്ച്, ചേഞ്ച്ഡ്, ചേഞ്ച്ഡ്. ഇവിടെ V2 എന്ന കാര്യം ഇംഗ്ലീഷിൽ ഒരേ ഒരിടത്തെ ഉപയോഗിക്കൂ. അത് പാസീവിലല്ല. ഒരേ ഒരിടത്തെന്ന് പറഞ്ഞാൽ സിമ്പിൾ പാസ്റ്റിൽ മാത്രമേ ഉള്ളൂ. അത് സിമ്പിൾ പാസ്റ്റ് പോസിറ്റീവാണ്. അപ്പോൾ ഐ റൈറ്റ്, ഐ റോട്ട് എന്ന് പറയാം. അതിൻ്റെ നെഗറ്റീവ് വരികയാണെങ്കിൽ ഐ ഡിഡ് നോട്ട് റൈറ്റ് എന്നായി. അപ്പോൾ ഐ റൈറ്റ്, ഐ റോട്ട്, ഐ ഡിഡ് നോട്ട് റൈറ്റ്. അവിടെയും റിട്ടൺ എന്ന V3 വരുന്നത് പാസീവിൽ മാത്രമേ ഉള്ളൂ. ഇനി നമുക്ക് നോക്കേണ്ടത് ഈ വെർബിനകത്ത് എല്ലാം ഇംഗ്ലീഷിൻ്റെ ശരിക്കും ബേസ് എന്ന് പറയുന്ന, അല്ലെങ്കിൽ ബാക്ക് ബോൺ എന്ന് പറയാവുന്നൊരു സാധനമുണ്ട്. ഇംഗ്ലീഷിൻ്റെ ബാക്ക് ബോൺ എന്ന് പറയുന്നത്, ഇംഗ്ലീഷിൻ്റെ ബാക്ക് ബോൺ ഏതാണെന്ന് ചോദിച്ചാൽ ഓക്സിലറിയാണ്. ഇതാണ് അതിൻ്റെ കറക്റ്റ് സ്പെല്ലിംഗ്. ഓക്സിലറി ആണ് ഇതിൻ്റെ ബാക്ക് ബോൺ. അപ്പോൾ എല്ലാ സെൻറ്റൻസിലും ഉണ്ടാകും. ഏതെങ്കിലും സെൻറ്റൻസിൽ കാണുന്നില്ല എങ്കിൽ അവിടെ ഊഹിച്ചോളണം ഡൂവോ, ഡസോ അല്ലെങ്കിൽ ഡിഡെന്നോ ആയിരിക്കും. ഇതല്ലാതെ ഇംഗ്ലീഷിൽ 24 ഓക്സിലറി ഉണ്ട്. 24 ഓക്സിലറിയിൽ ഒരു ഓക്സിലറി പോലും കളയാൻ പറ്റില്ല. എല്ലാ സെൻറ്റൻസിലും നിങ്ങൾ ഏത് സെൻറ്റൻസ് എടുത്തോളുക, ഇംഗ്ലീഷിൻ്റെ ബാക്ക് ബോൺ ഓക്സിലറിയാണ്. അപ്പോൾ ഹി ഈസ് റൈറ്റിംഗ് എന്ന് പറയുമ്പോൾ ഈസ് എന്നായി. ഹി വാസ് റൈറ്റിംഗ് വാസ് എന്നായി. അപ്പോൾ ഇതാ എല്ലാ ഇതിനകത്തും ഓക്സിലറി 24 എണ്ണം ഉണ്ട്. ഇതിൻ്റെ മാറ്റം കൂടെ ആയാൽ പാസീവ് വോയിസ് കഴിയുകയാണ്. ഇതിൻ്റെ മാറ്റത്തോട് നമ്മൾ എക്സാമ്പിൾ സഹിതം പറയും. അപ്പോൾ SBO ഇവിടെ കിടക്കുകയാണ്. സബ്ജക്റ്റ്, വെർബ്, ഓബ്ജക്റ്റ്. ഈ വെർബിനകത്ത് ഓക്സിലറി. അപ്പം നമ്മുടെ മൂന്നാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത്, ഒന്നാമത്തെ സ്റ്റെപ്പ് ചേഞ്ച് ഓഫ് സബ്ജക്റ്റ് ആൻഡ് ഓബ്ജക്റ്റ്, രണ്ടാമത്തെ ചേഞ്ച് ഓഫ് വെർബ്, മൂന്നാമത്തത് ഓക്സിലറി. ഓക്സിലറിക്ക് എന്താ മാറ്റം വരിക? ചേഞ്ച് ഓഫ് ഓക്സിലറി. അവിടെ ഉണ്ടാകാവുന്ന മാറ്റം കൂടെ ആകുമ്പോൾ പാസീവ് വോയിസ് കംപ്ലീറ്റ് ആകും. ഏറ്റവും ഷോർട്ട് കട്ടാണ്, റൂളൊന്നുമല്ല പറയുന്നത്, എളുപ്പം കണ്ടുപിടിക്കാനുള്ള മെത്തേഡാണ് പറയുന്നത്. ഓക്സിലറി എന്ന് പറയുന്നത് 24 എണ്ണം. അപ്പോൾ അത് ആക്റ്റീവിൽ എത്ര, പാസീവിൽ എത്ര, എന്താണ് മാറ്റം? ഇംഗ്ലീഷ് ഭാഷയിൽ ആക്റ്റീവ് വോയിസിൽ 24 ഓക്സിലറി ഉള്ളപ്പോൾ പാസീവിൽ നമുക്ക് 21 ഉള്ളൂ. അതാണ് അതിൻ്റെ വ്യത്യാസം. എന്ന് വെച്ചാൽ 3 ഓക്സിലറി
പാസീവിൽ മിസ്സിംഗ് ആണ്. 3 ഓക്സിലറി മിക്സിംഗ് ആകുക എന്ന് വെച്ചാൽ അത് ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ ഡുവോ, ഡെസോ, ഡിഡോ ആണ്. പക്ഷേ നമുക്കൊരു കാരണവശാലും ഓക്സിലറി ഇല്ലാതെ ഒരു സെന്റൻസ് ഉണ്ടാക്കാൻ പറ്റില്ല. അപ്പോൾ ആക്റ്റീവ് വോയിസിൽ ഡുവോ, ഡെസോ വരികയാണെങ്കിൽ പാസീവിൽ ആം or is or are plus V3. V3 എങ്ങനെ വന്നെന്ന് കിട്ടി. അപ്പൊ ഇതിന് ഉദാഹരണം പറയുകയാണ്. He writes a letter. He writes a letter. ഇവിടെ നമ്മുടെ ഓക്സിലറി റൈറ്റ്സിനകത്ത് ഒളിഞ്ഞെടുക്കാണ്. റൈറ്റ്സില് ഡസ് ആണ്. അപ്പൊ ഡസ്സിന് പകരം എന്ത് വരാം? ഇവിടെ ആദ്യം നോക്കാം. ഹി എന്നത് സബ്ജക്റ്റ്, റൈറ്റ്സ് എന്നത് വെർബ്, എ ലെറ്റർ എന്നുള്ളത് ഒബ്ജക്റ്റ്. ഹി എന്നുള്ളത് സബ്ജക്റ്റ്, റൈറ്റ്സ് എന്നുള്ള വെർബ്, എ ലെറ്റർ എന്നുള്ളത് ഒബ്ജക്റ്റ്. ഇനി റൈറ്റ്സിനകത്ത് ഹിഡൻ ഓക്സിലറി ആണ്, അത് ഡസ് ആണ്. ഈ ഡസ് വന്നാൽ എന്താ മാറ്റം? ആമോ, ഈസോ, ആറോ ആകണം. ഇതെങ്ങനെ തീരുമാനിക്കും എന്ന് ചോദിച്ചാൽ ആദ്യം ഇതിപ്പുറത്ത് കൊണ്ടുവരിക. എ ലെറ്റർ, എ ലെറ്റർ. അപ്പൊ ഇതാണ് ഓക്സിലറിയിൽ ആദ്യം പറയുന്നത് എ ലെറ്റർ. ഇനി ഡസ് എടുക്കാൻ പറ്റില്ല, അതിന് വരെ ലെറ്റർ ആയതുകൊണ്ട് ഈസ്. ലെറ്റേഴ്സ് എന്നായിരുന്നെങ്കിൽ 6. എ ലെറ്റർ ഈസ് റിട്ടൺ V3 ഫോം ബൈ. ഹി എന്നത് ഹിമ്മായി മാറും, ബൈ ഹിം. എന്നാൽ ഇപ്പൊ ജോൺ എന്നോ രവി എന്നോ ആണെങ്കിൽ അവിടെ അത് ജോൺ തന്നെയാകും, വേറെ മാറ്റമില്ല. ഇതുകൊണ്ടാണ് ഞാൻ ആദ്യം പറഞ്ഞത് സബ്ജക്റ്റ് ഓബ്ജക്റ്റിൽ 6 വാക്ക് മാത്രം പഠിച്ചാൽ മതി. അപ്പോൾ നമ്മളിവിടെ 2 ഓക്സിലറി ആദ്യം പറഞ്ഞു. ആക്റ്റീവ് വോയിസിൽ ഡുവോ, ഡെസോ, അത് സെന്റൻസിൽ ഒളിഞ്ഞു കിടക്കും. ഇപ്പൊ ദേ റൈറ്റ് എന്നായിരുന്നെങ്കിൽ ഇവിടെ ഡു ആണ് ഓക്സിലറി. ദേ റൈറ്റ് ലെറ്റേഴ്സ് എന്നായിരുന്നെങ്കിൽ, ദേ റൈറ്റ് ലെറ്റേഴ്സ് എന്നായിരുന്നെങ്കിൽ ദേ എന്നുള്ളത് പ്ലൂറലായി. ദേ റൈറ്റ് ലെറ്റേഴ്സ്. ഇവിടെ സബ്ജക്റ്റ്, വെർബ്, ഓബ്ജക്റ്റ്. ഇവിടുത്തെ ഹിഡൻ ഓക്സിലറി എന്ന് പറയുന്നത് ഡു ആണ്. നമ്മളിവിടെ ലെറ്റേഴ്സിനെ ആദ്യം കൊണ്ടുവരുന്നു. ലെറ്റേഴ്സ് ആർ റിട്ടൺ ബൈ them. Letters are written by them. ഇതാണ് നമ്മൾ ആക്റ്റീവ് പാസീവില് ചേഞ്ച് ഓഫ് ഓക്സിലറിയിൽ ശ്രദ്ധിക്കേണ്ട ആദ്യത്തെ ഓക്സിലറി ഡുവോ, ഡെസോ ആണ്. അപ്പോൾ ഓർത്തോളുക, ഡുവോ, ഡെസോ വന്നാൽ പാസീവിൽ ആമോ, ഈസോ, ആറോ ആയി മാറും. ഇനി ഇതേ സ്ഥാനത്ത് രണ്ടാമത് വരുന്നത് ഡിഡ് ആണെങ്കിൽ അത് ഹിഡൻ ആണ്. ഡിഡ് പാസീവിലില്ല, അതിന് പകരം വാസോർ വേർ എന്നാണ്. വാസോർ വേർ പ്ലസ് V3. ഇപ്പൊ നമ്മൾ നേരത്തെ എഴുതിയ അതേ എക്സാമ്പിളിലൂടെ പറയാണ്. ഹി wrote a letter. ഇവിടെ ഹി എന്നത് സബ്ജക്റ്റ്, റോട്ട് എന്നത് വെർബ്, എ ലെറ്റർ എന്നുള്ളത് ഓബ്ജക്റ്റ്. ഇനി ഈ ഓബ്ജക്റ്റിനെ എടുത്ത് ആദ്യം വെച്ചാൽ എ ലെറ്റർ.
വാസ്. വാസ് എങ്ങനെ വന്നെന്ന് വെച്ചാൽ റോട്ടിനകത്ത് ഡിഡ് ആണ് ഹിഡൻ. റൈറ്റർ റോട്ട് ഡിഡ് ആണ് ഹിഡൻ. ഡിഡ് പാസീവിലില്ല, വാസോ വേറോ ആണ്. എ ലെറ്റർ വാസ് റിട്ടൺ ബൈ ഹിം. എ ലെറ്റർ വാസ് റിട്ടൺ ബൈ ഹിം. അപ്പൊ ഇതാണ് ആക്റ്റീവ് ടു പാസീവില് നമ്മൾ 3 ഓക്സിലറി ആണ് ഇപ്പോൾ പറഞ്ഞത്. ഡുവോ ഡെസോ വന്നാൽ ആമോ ഈസോ ആറോ ആകും. ഡിഡ് വന്നാൽ വാസോ വേറെന്നാകും. ഇനി എക്സാമ്പിൾ പറഞ്ഞു, ഈ റോട്ട് എ ലെറ്റർ വാസ് റിട്ടൺ ബൈ ഹിം. ഈ 3 ഓക്സിലറി മനസ്സിലായെങ്കിൽ ഇനി വളരെ എളുപ്പമാണ്. കാരണം ഇനി വേറെ ഓക്സിലറി എല്ലാം സെന്റൻസിൽ തന്നിരിക്കും. എന്നാൽ നമുക്ക് ശ്രദ്ധിക്കേണ്ട 1-2 കാര്യം കൂടെയുണ്ട്. ഇവിടെ ആക്റ്റീവില് ആം, ഈസ്, ആർ പ്ലസ് ing form. am or is or are plus ing form ഇത് വരികയാണെങ്കിൽ am, is, are plus being plus v3. ing വന്നാൽ being ചേർക്കണം. ഉദാഹരണത്തിന് he is writing a letter. He is writing a letter. He എന്നത് സബ്ജക്റ്റ്, is എന്നത് ഓക്സിലറി, റൈറ്റിംഗ് എന്നുള്ളതിൽ ing ഫോം, എ ലെറ്റർ എന്നുള്ളത് ഓബ്ജക്റ്റ്. ഇനി ഇതിനെ എങ്ങനെ മാറ്റാൻ പറ്റും? ഇവിടെ നോക്കേണ്ടത് തിരിച്ചു കൊണ്ടുവരിക. എ ലെറ്റർ നമ്മുടെ മുകളിലേക്ക് എഴുതാം. എ ലെറ്റർ ഈസ് ing വന്നപ്പോൾ ബീയിങ് ആയി. ബീയിങ് written by him. അതാണ് ഇവിടെ ഓക്സിലറി തന്നിട്ടുണ്ട്. അപ്പോൾ അതിന് മാറ്റമില്ല. ing മാത്രം ബീയിങ്. കാരണം പാസീവിൽ v3 ഉള്ളൂ. അതുകൊണ്ട് ing വന്നപ്പോൾ ബീയിങ് ആയി. നമ്മൾ മൊത്തം നോക്കുക. ഡു, ഡസ്, ഡിഡ്, am, is, are. മൊത്തം ഇത് 3 വരുമ്പോൾ 6 ഓക്സിലറി ആയി. 24 ഓക്സിലറി ആണുള്ളത്. ഇത്രയേ ഉള്ളൂ. ing വന്നാൽ അതിന് പകരം എന്ത് വയ്ക്കാൻ പറ്റും? ing വന്നാൽ എന്താണ് അതിന് പകരം? അപ്പോൾ ഓർത്തോളുക, ing വരുമ്പോൾ ഇനി പാസ്റ്റ് ആണെങ്കിൽ വാസ് ഓർ വെയർ. 4ാമത്തെ വരികയാണ്. വാസ് ഓർ വെയർ പ്ലസ് ing വരികയാണെങ്കിൽ പാസീവിൽ വാസ് ഓർ വെയർ പ്ലസ് ബീയിങ് പ്ലസ് v3. ഈ ബീയിങ് സൂക്ഷിച്ചോളണം. ചിലപ്പോൾ PS ഇത് കറക്റ്റ് ഫോളോയിങ് അല്ലേ, സ്പോട്ട് ചേർന്ന് ബീയിങ്ങിന് പകരം ബീൻ എന്നൊക്കെ ചേർത്ത് കളയും. അപ്പോൾ സൂക്ഷിച്ചോളണം. ഈ ഓക്സിലറി വരികയാണെങ്കിൽ ബീയിങ് റിട്ടൺ. ഇപ്പോൾ എക്സാമ്പിളിലേക്ക് വരാം. ഇവിടെ എക്സാമ്പിൾ വരുമ്പോൾ നമ്മളിവിടെ എഴുതുകയാണ്. ഹി വാസ് റൈറ്റിംഗ് a letter. He was writing a letter. ഇവിടെയും സബ്ജക്റ്റ്, ഓക്സിലറി, ing, ഒബ്ജക്റ്റ്.
ഇത് തിരിച്ചെഴുതുമ്പോൾ എ ലെറ്റർ വാസ് ബീയിങ് റിട്ടൺ ബൈ ഹിം. ഇതാണ് ഓർക്കേണ്ടത്. എ ലെറ്റർ വാസ് ബീയിങ് റിട്ടൺ ബൈ ഹിം. അപ്പോൾ വാസ് ഓർ വെയർ വന്നപ്പോൾ വാസ് ഓർ വെയർ പ്ലസ് ബീയിങ് പ്ലസ് V3. അപ്പോൾ ഇത്രയും പറഞ്ഞതൊന്ന് ഓർത്ത് നോക്കുക. ഡുവോ ഡെസോ വന്നാൽ ആം ഈസ് ആറ് ആകും. ഡിഡ് വന്നാൽ വാസ് ഓർ വെയർ ആകും. ING വന്നാൽ ബീയിങ് ആകും. ഇത്രയാണ് അതിൻ്റെ ഷോർട്ട് ഫോം. ഡു ഓർ ഡസ് വന്നാൽ ആം ഓർ ഈസ് ഓർ ആർ. ഡിഡ് വന്നാൽ വാസ് ഓർ വെയർ. ING വന്നാൽ ബീയിങ്. ഇനിയാണ് നമുക്ക് അടുത്ത് നോക്കേണ്ടത്. നമ്മൾ 6 ഓക്സിലറി പറഞ്ഞു. ഇനി അടുത്ത് നോക്കുക 6 × 8. അതായത് ഇത്രയും ഓക്സിലറിയാണ് നമ്മൾ ഇതുവരെ പറഞ്ഞത്. ഡു, ഡസ്, ഡിഡ്, ആം, ഈസ്, ആർ, വാസ്, വെയർ. 2, 4, 6, 8. 24-ൽ 8 എണ്ണമായി. ഇനി അടുത്തത് ആക്റ്റീവ് വോയിസിലും പാസീവ് വോയിസിലും ഇനി വരാവുന്ന ഓക്സിലറി. ഹാസ് ഓർ ഹാവ് വന്നാൽ നമ്മൾ ആദ്യം തന്നെ പറഞ്ഞു V3 ആണ്. എന്നാൽ പാസീവിൽ വരുമ്പോൾ ഇതെങ്ങനെ തിരിച്ചറിയും? ഹാസ് ഓർ ഹാവ് പ്ലസ് ബീൻ പ്ലസ് V3. has or have plus been plus V3. Example, he has written a letter. And answer വരുമ്പോൾ ഇവിടെ a letter has been. ഇവിടെ സൂക്ഷിച്ചോളണം. ഇത് PSCയുടെ സ്പോട്ടറിൽ ഇതിന് വരെ ബീയിങ് വെച്ചിട്ടുണ്ട്. ബീയിങ് അല്ല, ബീൻ ആണ്. BEEN ആണ്. ഹാസ് ബീൻ റിട്ടൺ ബൈ ഹിം. അപ്പോൾ ഇതാണ് നോക്കേണ്ടത്. ഹാസ് ഓർ ഹാവ് പ്ലസ് V3 വന്നാൽ ഹാസ് ഓർ ഹാവ് പ്ലസ് ബീൻ പ്ലസ് V3. അപ്പോൾ ഇതാണ് അടുത്ത നമ്മളുടെ 2 ഓക്സിലറി. ഇവിടെ വരുന്നത് ഹാസ്, ഹാവ് ആണ്. ഇതിൻ്റെ പാസ്റ്റ് ഫോം ആണെങ്കിൽ വീണ്ടും നോക്കുക. ഇതിൻ്റെ പാസ്റ്റ് ഫോം ആണെങ്കിൽ ഹാഡ് എന്നാണ് വരുന്നത്. ഹാഡ് പ്ലസ് V3. ഇതാണെങ്കിൽ ഹാഡ് പ്ലസ് ബീൻ പ്ലസ് V3. ഇതൊന്നുമില്ല. ഹാസോ ഹാവോ ഹാഡോ വന്നാൽ ബീൻ എന്നുള്ള വാക്കാണ്. ബീൻ എന്നുള്ള വാക്കാണ്. ഹി ഹാസ് റിട്ടൺ, he had written a letter. A letter had been written by him. A letter had been written by him. അപ്പോൾ ഇതാണ് a letter had been written by him. നോക്കുക, ഇവിടെ നമ്മൾ ഹാസോ ഹാവ് പിന്നെ ഹാഡും കൂടെ എഴുതി. ഇപ്പോൾ 2, 4, 6, 8, 10, 11. 11 എണ്ണം പഠിച്ചാൽ എളുപ്പമായി. 11 എണ്ണം പഠിക്കുമ്പോൾ ഇനി വരുന്ന എല്ലാത്തിനും ഒറ്റ റൂൾ മാത്രമേ ഉള്ളൂ, ഒറ്റ കണ്ടീഷൻ മാത്രമേ ഉള്ളൂ. റൂളല്ല, കണ്ടീഷൻ.
V3 ഒന്നുകൂടെ നോക്കുക. ഡുവോ ഡെസോ വന്നാൽ ആമോർ ഈസോർ ആറാകും. ഡിഡ് വന്നാൽ വാസോർ വേറാകും. ആമോർ ഈസോർ ആർ പ്ലസ് ING വന്നാൽ ബീയിങ് ആകും. വാസോർ വേർ വന്നാൽ ING വന്നാൽ ബീയിങ് ആകും. ഹാസോ ഹാവോ ഹാഡോ വന്നാൽ V3യുടെ കൂടെ ബീൻ അതിനു മുമ്പ് ചേർക്കണം. അതാണ് ഹാഡ് ബീൻ. ഈ 11 മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. 11 ഒന്നുകൂടി ഒന്ന് മനസ്സിരുത്തി വായിച്ചു നോക്കുക. ഇനി നമുക്ക് 24 ഓക്സിലറിയില 13 ഓക്സിലറി ഉണ്ട്. ആ 13 ഞാനിവിടെ എഴുതുകയാണ്. കാരണം 13 ഒറ്റ കണ്ടീഷനേ ഉള്ളൂ. വിൽ, വുഡ്, ഷാൽ, ഷുഡ്, ക്യാൻ, കുഡ്, may, might, must, need, dare, ought, used to, ought to, 1, 2, 3, 4, 5, 6, 7, 8, 9, 10, 11, 12, 13. അപ്പൊ ഈ 13 വന്നാൽ ഒരേ കണ്ടീഷനാണ്. ഇത് 13 ഏത് വന്നാലും ഇപ്പോഴത്തെ അതിൻ്റെ കൂടെ, അതുകൊണ്ടാണ് ഞാനൊരു പ്ലസ് ഇടുകയാണ്, അതിൻ്റെ കൂടെ ബി പ്ലസ് V3 B പ്ലസ് V3 ചേർത്താൽ മതി. എക്സാമ്പിളിലേക്ക് വരാം. എക്സാമ്പിൾ നോക്കുക. എക്സാമ്പിളിലേക്ക് വരാം. He will write a letter. A letter will be written by him. He will write. Will auxiliary write onu. He will write a letter. A letter will be written by him. ഇതിന് പകരം he would ആയിരുന്നെങ്കിൽ a letter would be written by him. Shall ആയിരുന്നെങ്കിൽ ഒന്നും മാറ്റണ്ടേ, letter shall be written. Should ആണെങ്കിൽ should be written. ഇനി must ആണെങ്കിൽ must be written. ought to ആണെങ്കിൽ ought to be written. used to ആണെങ്കിൽ used to be written. ഇതാണ് 13, ഇത് 11. അങ്ങനെ 24 ഓക്സിലറിയുടെ മാറ്റം കൂടെ ആകുമ്പോൾ പാസീവ് വോയിസ് ക്ലിയർ ആകും. അപ്പം ആദ്യം നമ്മൾ കണ്ടുപിടിക്കേണ്ടത് സബ്ജക്റ്റ് ഏതാണ്, വെർബ് ഏതാണ്, ഓബ്ജക്റ്റ് ഏതാണ്. സബ്ജക്റ്റിനോടൊപ്പം അല്ലെ, സബ്ജക്റ്റ് എന്ന് വെച്ചാൽ ആരാണ് ചെയ്യുന്നത്, ഹൂ എന്നല്ലെങ്കിൽ അതാണ് സബ്ജക്റ്റ്. എന്നാൽ ഓബ്ജക്റ്റ് ആണെങ്കിൽ വാട്ടെന്നോ ഹുമ്മെന്നോ ചോദിച്ചാൽ ഉത്തരം കിട്ടുമെങ്കിൽ അതാണ് ഓബ്ജക്റ്റ്. വേറെ ക്വസ്റ്റ്യൻ ഒന്നും ചോദിക്കാൻ പറ്റില്ല. വാട്ടെന്നോ ഹുമ്മെന്നോ വെർബിനോട് ചോദിക്കുമ്പോൾ ഉത്തരം കിട്ടിയാൽ അതാണ് ഓബ്ജക്റ്റ്. ഹി റൈറ്റ്സ് വാട്ട് എ ലെറ്റർ. ഹി കോൾഡ് ഹും മീ. ഹി കോൾഡ് മീ എങ്ങനെ ചെയ്യാൻ നോക്കാം. He called me. ഇവിടെ മീ എന്നുള്ളത് ഇപ്പുറം വരുമ്പോൾ ഐ ആയി. കോൾഡിനകത്ത് ഡിഡാണ്.
ഡിഡ് ആയതുകൊണ്ട് വാസ് കോൾഡ് ബൈ ഹി എന്നുള്ളത് ഹിമ്മാണ്. ബാക്കി എന്തുണ്ടെങ്കിലും ഹി കോൾഡ് മീ അറ്റ് 9 o'clock, അറ്റ് 9 o'clock എന്നുള്ളതിന് ശേഷം ചേർത്താൽ മതി. ഐ വാസ് കോൾഡ് ബൈ ഹിം അറ്റ് 9 o'clock, അല്ലെ ഐ വാസ് കോൾഡ് അറ്റ് 9 o'clock ബൈ ഹിം. എപ്പോഴും നിങ്ങളുടെ ചോയ്സിൽ സൂക്ഷിക്കുക. ഈ ബൈ ചേർത്ത് വരുന്ന വാക്ക് രണ്ടെണ്ണം തന്നെയാണ്. ഐ വാസ് കോൾഡ് അറ്റ് 9 o'clock ബൈ ഹിം, ഐ വാസ് കോൾഡ് ബൈ ഹിം അറ്റ് 9 o'clock എന്ന് പറയുകയാണെങ്കിൽ ഐ വാസ് കോൾഡ് അറ്റ് 9 o'clock ബൈ ഹിം എന്ന് പറഞ്ഞു പഠിക്കാം. ആ ബൈ ഹിം എന്നുള്ളത് ഏറ്റവും അവസാനമാണ്. അപ്പോൾ ഇങ്ങനെയുള്ളത് ഓർത്തോടുക. ഇതാണ് നമ്മുടെ പാസീവ് വോയിസിൻ്റെ സ്ട്രക്ചർ. ഒന്നുകൂടി ശ്രദ്ധിച്ച് പഠിച്ചാൽ വളരെ എളുപ്പമായി. ഇനി ഇതിനകത്ത് ചില ഡൗട്ട്സ് ഉണ്ടാകാം. അതിനെ നമ്മൾ സ്പെഷ്യൽ നോട്ടാക്കി ഇടണം. ഉദാഹരണത്തിന് ഇപ്പം ഇങ്ങനെ വന്നു, ഹി വിൽ ഹാവ് റിട്ടൺ എ ലെറ്റർ. ഇവിടെ സംശയം വരുന്നത് വില്ലുണ്ട്, ഹാവ് ഉണ്ട്. വില്ലാണെങ്കിൽ ബി ആവും, ഹാവ് ആണെങ്കിൽ ബീനാവും. ഏതെടുക്കും? ഇനി ഒന്ന് പറഞ്ഞോട്ടെ, ഇംഗ്ലീഷിൽ 2 ഓക്സിലറി വരുന്ന ഏക കോണ്ടെക്സ്റ്റിൽ രണ്ടാമത് ഹാവ് അല്ലാതെ വേറെ ഓക്സിലറി ഒന്നും വരില്ല. കണ്ണും കൂട്ടി വിശ്വസിക്കാവുന്നതാണ്. ഹാവ് എന്നൊരു ഓക്സിലറി അല്ലാതെ വേറൊന്നും വരില്ല. അങ്ങനെയാണെങ്കിൽ ഈ ഹാവിൻ്റെ കണ്ടീഷനാണ് നമ്മൾക്ക് ബാധകം. എ ലെറ്റർ വിൽ ഹാവ് ബീൻ റിട്ടൺ ബൈ ഹിം. അവിടെ വില്ലിനല്ല പ്രസക്തി, ഹാവിനാണ്. അതുകൊണ്ട് ഹാവിൻ്റെ കണ്ടീഷനായ ബീനാണ് എടുക്കുക. ഇതാണ് വരുന്ന ഒരു വ്യത്യാസം. He will have written a letter will have been written by him. ഇത്രയുമായെങ്കിൽ ഒരു സ്പെഷ്യൽ ഒരു നോട്ടിലൂടെ പഠിച്ചാൽ പാസീവ് വോയിസ് എല്ലാമായി. സ്പെഷ്യൽ എന്ന് പറഞ്ഞാൽ ഇതല്ലാതെ നമുക്ക് വരാവുന്ന പാസീവിലെ ഒരു കോണ്ടെക്സ്റ്റ് ഉണ്ട്. അത് PSC ആവർത്തിച്ച് ചോദിച്ചിട്ടുമുള്ളതാണ്. അതായത് ഓർഡർ ഓർ റിക്വസ്റ്റ് നമ്മൾ പറയും. ഓർഡർ ഓർ റിക്വസ്റ്റ്. ഞാൻ പറയാണ് കോൾ ഹിം, അവനെ വിളിക്കുക. ഇതൊരു ഓർഡറാണ്. അപ്പം ഈ ഓർഡർ വന്നാൽ എന്ത് ചെയ്യും? അതിനൊരു ഫോർമുല പഠിച്ചോണം. ലെറ്റ് പ്ലസ് ഓബ്ജക്റ്റ് പ്ലസ് ബി പ്ലസ് V3. ലെറ്റ് പ്ലസ് ഓബ്ജക്റ്റ് പ്ലസ് ബി പ്ലസ് V3. കോൾ ഹിം. ലെറ്റ് അതിൽ നിന്ന് വെക്കാം, ഹിം മാറുകയൊന്നും വേണ്ട. ലെറ്റ് ഹിം ബി കോൾഡ്. ലെറ്റ് ഹിം ബി കോൾഡ്. ലെറ്റ് ഹിം ബി കോൾഡ്. ഇതാണ് വരാവുന്ന ലെറ്റ് ഹിം ബി കോൾഡ്. അപ്പോൾ ഇങ്ങനെയുള്ളതാണ് ഇതിനകത്ത് പാസീവിൽ ശ്രദ്ധിക്കേണ്ടത്. ഇനി പാസീവിൽ നിന്ന് വഴിവിട്ട് ചോദിക്കുന്ന ഒരു എക്സാമ്പിൾ ഉണ്ട്. PSC 2-3 തവണ ചോദിച്ചതാണ്. അതായത് ഓബ്ജക്റ്റ് പറയുമ്പോൾ അത് പാസീവ് വോയിസിലല്ല. ഓബ്ജക്റ്റ് പറയുമ്പോൾ 2 ജാതി ഓബ്ജക്റ്റ് ഉണ്ട്. ഡയറക്റ്റ് ഓബ്ജക്റ്റ്, ഇൻഡയറക്റ്റ് ഓബ്ജക്റ്റ്. ഒരു സെന്റൻസ് എന്നിട്ട് പറയണം. ഇപ്പൊ ഹി ഗേവ് മീ വാട്ടർ. ഹി ഗേവ് മീ വാട്ടർ. ഇതിൽ ഹി എന്നുള്ള സബ്ജക്റ്റ്,
ഗേവ് എന്നുള്ള വെർബ്. ഇത് രണ്ട് ഓബ്ജക്റ്റാണ്. ഇതിൽ ഡയറക്റ്റ് ഓബ്ജക്റ്റ് ഏതാണ്, ഇൻഡയറക്റ്റ് ഓബ്ജക്റ്റ് ഏതാണ്? ഇത് കണ്ടുപിടിക്കാൻ എളുപ്പമാണ്. ഡയറക്റ്റ് ഓബ്ജക്റ്റ് എന്ന് പറഞ്ഞാൽ റിസൾട്ടാണ്. റിസൾട്ട് എന്നുള്ളതാണ് ഡയറക്റ്റ് ഓബ്ജക്റ്റ്. അപ്പോൾ റിസൾട്ട് ആണെങ്കിൽ ഡയറക്റ്റ് ഓബ്ജക്റ്റ്. നിങ്ങൾ സ്ഥാപനത്തിൻ്റെ പേര് ഓർത്താലും മതി. ഡയറക്റ്റ് ഓബ്ജക്റ്റ് എന്നാൽ റിസൾട്ട്. ഇവിടെ റിസൾട്ട് എന്താ? ഹി ഗേവ് വാട്ടർ. ഇനി ഇൻഡയറക്റ്റ് ഓബ്ജക്റ്റ് എന്താണെന്ന് ചോദിച്ചാൽ ഈ റിസൾട്ട് അനുഭവിക്കുകയോ ആസ്വദിക്കുകയോ ചെയ്യുന്ന വ്യക്തിയെ ഇൻഡയറക്റ്റ് ഓബ്ജക്റ്റ് എന്ന് പറയും. അപ്പോൾ ആ പേഴ്സണെയാണ് ഇൻഡയറക്റ്റ് ഓബ്ജക്റ്റ് പറയുന്നത്. പേഴ്സൺ എൻജോയിങ് ഓർ സഫറിങ്. എൻജോയിങ് ഓർ സഫറിങ്. ഇവിടെ വെള്ളം കിട്ടുന്നത് ആർക്ക്? മീ. അതുകൊണ്ട് ഇത് ഇൻഡയറക്റ്റ് ഓബ്ജക്റ്റ്, ഇത് ഡയറക്റ്റ് ഓബ്ജക്റ്റ്. PSC ഒരു പ്രാവശ്യം ഒരു പരീക്ഷ കഴിഞ്ഞപ്പോൾ കുറേ പേര് സംശയം വിളിച്ചു ചോദിച്ചതാ, എന്താ സാറേ ഈ DO ഇൻഡയറോ എന്നും പറഞ്ഞ് ചോദിച്ചത്. DO ഇൻഡയറോ എന്താണെന്ന് ചോദിച്ചു. DO ഒരു സെൻസ് വന്നിട്ട് DO ഇൻഡയറോ DO ഇങ്ങനെ PSC വളരെ രസമായിട്ട് ചോദിച്ചാൽ മതി. ഇവിടെ DO എന്ന് പറയുന്നത് ഡയറക്റ്റ് ഓബ്ജക്റ്റ്, ഇൻഡയറോ എന്ന് പറയുന്ന ഇൻഡയറക്റ്റ് ഓബ്ജക്റ്റ്. ഇനി ഇതിൽ ഏത് വെച്ച് വേണമെങ്കിലും നമുക്ക് പാസീവ് ആക്കാം. ഇപ്പം മീ ആണെങ്കിൽ ഇവിടെ വരികയാണെങ്കിൽ ഐ ആയി. ഗേവിനകത്ത് ഡിഡാണ്. ഐ വാസ് ഗിവൺ വാട്ടർ ബൈ ഹിം. ഇനി വാട്ടർ എന്നുള്ളത് വെച്ച് തുടങ്ങുകയാണെങ്കിൽ വാട്ടർ വാസ് given to me by him. അപ്പോൾ ഡയറക്റ്റ് ഓബ്ജക്റ്റ് ആയാലും ഇൻഡയറക്റ്റ് ഓബ്ജക്റ്റ് ആയാലും ചെയ്യാൻ എളുപ്പമാണ്. ഇൻഡയറക്റ്റ് ഓബ്ജക്റ്റ് ആണ്. പേഴ്സൺ ആണെങ്കിൽ, പേരാണെങ്കിൽ കുഴപ്പമില്ല. ഇപ്പോൾ ഹി ഗേവ് രവി വാട്ടർ എന്നാണ്. രവി വാസ് ഗിവൺ വാട്ടർ ബൈ ഹിം. ഹി ഗേവ് മീ ആയിരുന്നു. ഹി ഗേവ് അസ് എന്നാണ് വി ആയി. അപ്പോൾ ഏതാണോ വരുന്നത് അതിനെ എടുക്കാം. അതല്ലെങ്കിൽ ഡയറക്റ്റ് ഓബ്ജക്റ്റ് ആണെങ്കിൽ ഡയറക്റ്റ് ഓബ്ജക്റ്റിനെ ആദ്യം കൊണ്ടുവരിക. ഇതാണ് പാസീവ് വോയിസ്. ഈ പാസീവ് വോയിസ് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. പാസീവ് വോയിസിൽ 3 സ്റ്റെപ്പ്. ഇനി നിങ്ങളൊരു ഗുളിക പരുവത്തിൽ ഓർത്തോളുക. പാസീവ് വോയിസിന് 3 സ്റ്റെപ്പ്. ഒന്നാമത്തെ സ്റ്റെപ്പ് ചേഞ്ച് ഓഫ് സബ്ജക്റ്റ് ആൻഡ് ഓബ്ജക്റ്റ്. രണ്ടാമത്തത് ചേഞ്ച് ഓഫ് വെർബ്. ബ്രാക്കറ്റ് V3. മൂന്നാമത്തത് ചേഞ്ച് ഓഫ് ഓക്സിലറി. വേറെ ഒന്നിനും മാറ്റം വരുന്നില്ല. വേറെ എന്തുണ്ടെങ്കിലും അതുപോലെ എടുക്കാം. അപ്പോൾ ഇതാണ് പാസീവ് വോയിസ്. ഈ പാസീവ് വോയിസ് അപ്പോൾ നോക്കിക്കൊള്ളുക. ചേഞ്ച് ഓഫ് സബ്ജക്റ്റ് ആൻഡ് ഒബ്ജക്റ്റ്, ചേഞ്ച് ഓഫ് വെർബ്, ചേഞ്ച് ഓഫ് ഓക്സിലറി. PSC മിക്കപ്പോഴും ഡയറക്റ്റായിട്ട് തന്നെ ചോദിച്ചിട്ടുണ്ട്. ചോദിക്കുമ്പോൾ ഇത്രയും മാത്രം കണ്ടുപിടിച്ചാൽ മതി. ആരാണ് ചെയ്യുന്നത്, അയാളെ സബ്ജക്റ്റ് എന്നും ആ പ്രവൃത്തിയെ ഓബ്ജക്റ്റ് എന്നും ആ പ്രവൃത്തിയുടെ റിസൾട്ടിനെ ആ പ്രവൃത്തിയെ വെർബെന്നും ആ പ്രവൃത്തിയുടെ റിസൾട്ടിനെ ഓബ്ജക്റ്റ് എന്നും പറയും. അപ്പോൾ ഇത്രയും മനസ്സിലായോ എന്ന് നല്ലപോലെ ഒന്ന് ആലോചിച്ച് നോക്കുക.